കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളോട് പരിചയപ്പെടുത്തുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിലെ മലയാളവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ആയിട്ട് കേരള PSC ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഗാർഹികത്തെ സംബന്ധിച്ച് ഒറ്റപ്പദം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായി. ഗാർഹികം ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംബന്ധിച്ച് എന്ന് വരുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലിൽ പ്ലേലിസ്റ്റിൻ്റെ ഭാഗത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തുടർന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ പരീക്ഷയിലൊക്കെ ചോദിച്ചിരിക്കുന്നത് ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വസ്ത്രത്തിന്റെ 4 മൂലകളിൽ 1 എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് എന്നാണ്. വസ്ത്രത്തിന്റെ 4 മൂലകളിൽ 1 എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് കോന്തല എന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി കാലത്തിന് യോജിച്ചത്, ഇവിടെ ഉത്തരപദമായിട്ട് വരേണ്ടത് കാലോചിതമാണ്. കാലത്തിന് യോജിച്ചത് എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദമാണ് ഏത്? കാലോചിതം. ഇപ്പൊ കാലോചിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാലത്തിന് യോജിച്ചത് എന്നതാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ഒറ്റപ്പദത്തിലേക്ക് വരാം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ, ജിജ്ഞാസു എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്ന ആ ഒരു ഇതിന്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്ന ഇതിന്റെ ഒറ്റപ്പദം എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജിജ്ഞാസു എന്നാണ്. എന്താണ്? ജിജ്ഞാസു എന്നാണ്. അടുത്ത ചോദ്യം: കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. എന്നാൽ നമ്മൾ പഠിച്ചതാണ് പിപാസു ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു ആണ്. അപ്പൊ ഇത്തരത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, അതുപോലെ തന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സും ഇതിനോടൊപ്പം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? പിപാസു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ജാഗരം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ജാഗരം എന്ന് പറയും. ഇവിടെ ഈ അവസ്ഥ വെച്ചിട്ട് PSC പരീക്ഷ ചോദിച്ച ഒന്നാണ് ഒന്നിനോടും ചേരാത്ത അവസ്ഥ. ഒന്നിനോടും ചേരാത്ത അവസ്ഥ എന്നതിന്റെ ഒറ്റപ്പദമാണ് നിസ്സംഗത. ഒന്നിനോടും ചേരാത്ത അവസ്ഥ എന്നതിന്റെ ഒറ്റപ്പദമാണ് നിസ്സംഗത. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം, ഒന്നിനോടും ചേരാത്ത അവസ്ഥ. ആ ഒരു രീതിയിൽ പറയുന്ന ഒറ്റപ്പദമാണ് ഇത് നിസ്സംഗത എന്നത്. ഇനി ഉചിതമായ സ്ഥിതി. ഉചിതമായ സ്ഥിതി എന്നതിന്റെ ഒറ്റപ്പദം ഔചിത്യം എന്നാണ്. ഉചിതമായ സ്ഥിതി എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ഔചിത്യമാണ്. ഉചിതമായ സ്ഥിതി എന്നതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? ഔചിത്യം എന്നത്. ഇനി അടുത്തത് വർഷം തോറും എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? വർഷം തോറും എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രതിവർഷം. വർഷം തോറും എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രതിവർഷം. അത് നമ്മൾ പലപ്പോഴായിട്ട് പറയാറുള്ളതാണ്. ഇനി അനപത്യൻ, സന്തതി ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം വരുന്നത്. സന്തതി ഇല്ലാത്തവൻ എന്നൊരർത്ഥത്തിലാണ് അനപത്യൻ വരുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് അനപത്യൻ. അനപത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തതി ഇല്ലാത്തവൻ. സന്തതി ഇല്ലാത്തവൻ. ഇനി നിരാമയൻ എന്ന് പറഞ്ഞാലോ? ദുഃഖമില്ലാത്തവൻ. നിരാമയൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവൻ. നിരാമയൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവൻ. നിരാമയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമില്ലാത്തവൻ എന്നൊരർത്ഥത്തിലാണ് നമ്മൾ നിരാമയൻ എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത്. നമ്മൾ ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ടതല്ല, ഇതിനിടയിൽ കടന്നു വന്നതാണ്. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. കണ്ടു എന്നത് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. കൺ പ്ലസ് ടു എന്നാണ് കണ്ടു എന്നത് പിരിച്ചെഴുതുന്നത്. അപ്പൊ കണ്ടു എന്നത് പിരിച്ചെഴുതുന്നത് കൺ പ്ലസ് ടു എന്നാണ്. അതേപോലെ തന്നെ അവൻ എന്നത് എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. അവൻ എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ പ്ലസ് അൻ എന്നാണ്. ആ പ്ലസ് അൻ എന്നാണ് പിരിച്ചെഴുതുന്നത്. ഇനി അവളാണെങ്കിലോ ആ പ്ലസ് അൾ എന്നാണ് വരിക. അതുപോലെ പ്രത്യക്ഷം എന്നത് പിരിച്ചെഴുതുന്നത്, പ്രത്യക്ഷം എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പ്രതി അധികം അക്ഷം എന്നാണ്. പ്രതി അധികം അക്ഷം എന്നാണ്. ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്ന വാഗ്ദേവത എന്നതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഗ്ദേവത എന്ന് വാഗ് അധികം ദേവത എന്ന് വേണ്ട, വാക്ക് ആണ് വേണ്ട. ആ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ പിരിച്ചെഴുതേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിന് ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായി കൊടുത്തത്. നൈതികം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയെ സംബന്ധിച്ചത്. നീതിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? നൈതികം എന്നത്. അപ്പൊ നൈതികം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് നൈതികം എന്ന്.
അപ്പോൾ ഇവിടെ നമ്മൾ സംബന്ധിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളം ഒറ്റപ്പദങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. പിശാചിനെ സംബന്ധിച്ചത്, പിതാവിനെ സംബന്ധിച്ചത്, സമൂഹത്തെ സംബന്ധിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ലോകത്തെ സംബന്ധിച്ചത്, ഇതിൻ്റെയൊക്കെ ഒറ്റപ്പദം എന്താണെന്ന് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൈതികം എന്ന് പറയുന്നത് എന്താണ്? നീതിയെ സംബന്ധിച്ചത് എന്നതാണ് നൈതികം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികമാണ്, വ്യാകരണത്തെ സംബന്ധിച്ച് വൈയാകരണമാണ്, പിതാവിനെ സംബന്ധിച്ച് പൈതൃകമാണ്, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസുവാണ്. ഇതെല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഈ സംബന്ധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് വേർഡ്സുകൾ നമ്മൾ അവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് ഇവിടെ 1, 2, 3 തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ലിംഗത്തെ സംബന്ധിച്ച് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ച് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ച് പൈതൃകം, പിന്നെ നമ്മൾ പറഞ്ഞു കുടിക്കാനുള്ള ആഗ്രഹമുള്ളവൻ പിപാസുവാണ്. അപ്പോൾ ഇത്തരത്തിൽ ആഗ്രഹമുള്ളത് എന്ന തരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാത്ത 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ധനം ആഗ്രഹിക്കുന്നവൻ. ധനം ആഗ്രഹിക്കുന്നവൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ധനേച്ചുവാണ്. ധനം ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ധനേച്ചു എന്നാണ്. എന്താണ്? ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു. അങ്ങനെയാണെങ്കിൽ ഹിതം ആഗ്രഹിക്കുന്നവനോ? ഹിതം ആഗ്രഹിക്കുന്നവൻ. ഹിതം ആഗ്രഹിക്കുന്നവന്റെ ഒറ്റപ്പദം എന്താണെന്ന് വെച്ചാൽ ഹിതേച്ചുവാണ്. എന്താണ്? ഹിതേച്ചുവാണ്. അപ്പൊ ധനം ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എന്താണെന്ന് വെച്ചാൽ ധനേച്ചു. ഹിതം ആഗ്രഹിക്കുന്നവൻ അതിന്റെ ഒറ്റപ്പദം എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹിതേച്ചു എന്നാണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏത്? ഇത് പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതിൻ്റെ ഇടയിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ ഇവിടെ ജഡിലം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ പദശുദ്ധിയിൽ ചോദിച്ചിട്ടുള്ളതാണ് ജഡിലം. ജഡിലം എന്നതാണ് ഇവിടെ ശരിയായിട്ട്, അതായത് എഴുതിയിരിക്കുന്നത് ജഡിലം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ജഡിലം, ജഡിലം. അപ്പോൾ ഈ ഒരു രീതി ഓർത്തിരിക്കുക. എന്താണ്? ജഡിലം. അപ്പോൾ പല തവണയായിട്ട് ഇതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇത് വരേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ പദശുദ്ധി നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പോൾ ജഡിലം, ജഡിലം. അപ്പം അങ്ങനെ ഓരോ ഇതും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ് ചെയ്ത് പറയുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജഡിലം എന്നത് എങ്ങനെ എഴുതാമെന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ഋഷികളെ സംബന്ധിച്ചത്. ഇത് പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ആർഷം, ആർഷം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഋഷികളെ സംബന്ധിച്ചത് ആർഷമാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ആർഷം. ഋഷികളെ സംബന്ധിച്ചത് ആർഷം. അപ്പോൾ ഈ സംബന്ധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം, നമ്മൾ ഇന്നലെ പഠിച്ചു. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം, ലോകത്തെ സംബന്ധിച്ചത് ലൗകികം, ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം, ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം, മാനവനെ സംബന്ധിച്ചത് മാനവികം, പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം, പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. അവിടെ ഐഹികം എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. പദശുദ്ധി ചോദിക്കും, ദീർഘം വേണ്ട, ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഉദ്യോഗത്തെ സംബന്ധിച്ച് ഔദ്യോഗികം, ഗ്രഹത്തെ സംബന്ധിച്ചതോ ഗാർഹികമാണ്, പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രാപഞ്ചികം, വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം, ഭാരതത്തെ സംബന്ധിച്ച് ഭാരതീയം, ഭാരതീയം എന്നാണ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം, വണ്ടിനെ സംബന്ധിച്ചത് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു ശാഗഡീന, വണ്ടിനെ സംബന്ധിച്ചത് സാഗഡീന എന്നാണ്, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം എന്നാണ്, ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഔൽപ്പത്തിയം. ഇപ്പോൾ ഇവിടെ ഋഷിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ആർഷം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അത് എഴുതി പോകാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ കൃത്യമായിട്ട് എഴുതി നിങ്ങളുടെ മുന്നിലേക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഋഷിയെ സംബന്ധിച്ച് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇനി ജാമാതാവ്, മരുമകൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇത് പലപ്പോഴായിട്ട് PSC ചോദിക്കുന്നതാണ്. ജാമാതാവ് എന്ന് പറയുന്നത് എന്താണ്? മരുമകനാണ്. ജാമാതാവ് എന്ന് പറയുന്ന ആരാണ്? മരുമകനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മരുമകനാണ് ആര്? ജാമാതാവ്. മരുമകനാണ് ജാമാതാവ്. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ഗ്രൂപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോരോ ഗ്രൂപ്പായിട്ട് പഠിച്ച പോലെ തന്നെ ഇതും അതിനോടൊപ്പം ഒന്ന് ഒരു ഗ്രൂപ്പായിട്ട് എഴുതി വെക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് ഗുണകരമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട എന്താണ്? ജാമാതാവ്. ജാമാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? മരുമകനാണ്. ജാമാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? മരുമകനാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മകളുടെ ഭർത്താവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക, ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സ്നുഷയാണ്. PSC പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ് സ്നുഷ. സ്നുഷ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? പുത്രന്റെ ഭാര്യയാണ്. സ്നുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രന്റെ ഭാര്യയാണ്. സ്നുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പുത്രന്റെ ഭാര്യയാണ്. ഇനി രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത് പൗത്രനാണ്. പൗത്രൻ. പൗത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പൗത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രന്റെ പുത്രനാണ്. പുത്രന്റെ പുത്രനാണ്. അപ്പോൾ പുത്രന്റെ പുത്രനാണ് എന്ത്? പൗത്രൻ എന്ന് പറയുന്നത്. പുത്രന്റെ പുത്രനാണ് പൗത്രൻ എന്ന് പറയുന്നത്. ഇനി പൗത്രൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്ത്രീലിംഗം പഠിക്കണല്ലോ, അതാണ് പൗത്രി.
പൗത്രൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് പൗത്രി. പൗത്രി ആരായിരിക്കും? പുത്രന്റെ പുത്രി. പുത്രന്റെ പുത്രിയാണ് എന്തെന്ന് പറയുന്നത്? പൗത്രി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മകളുടെ മകൾ. ഇപ്പൊ പുത്രന്റെ പുത്രൻ നമ്മൾ പഠിച്ചു, പുത്രന്റെ പുത്രി നമ്മൾ പഠിച്ചു. ഇനി മകളുടെ മകൾ. മകളുടെ മകൾ. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കുന്ന ഒറ്റപ്പദം എന്താണ്? ദൗഹിത്രിയാണ്. ദൗഹിത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? മകളുടെ മകളാണ്. എന്താണ്? മകളുടെ മകളാണ് ആരെന്ന് പറയുന്നത്? ദൗഹിത്രി എന്ന് പറയുന്നത്. അപ്പോൾ മകളുടെ മകളായിരിക്കും. മകള് നമ്മൾ പഠിച്ചു ദൗഹിത്രി. അപ്പൊ മകളുടെ മകൻ ആരായിരിക്കും? ദൗഹിത്രൻ. ആരാണ്? ദൗഹിത്രൻ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ദൗഹിത്രൻ എന്ന് പറയുന്നത് മകളുടെ മകനാണ്. മകളുടെ മകനാണ്. അപ്പൊ ഇവിടെ സ്നുഷ പുത്രന്റെ ഭാര്യ, പൗത്രൻ പുത്രന്റെ പുത്രൻ, പൗത്രി പുത്രന്റെ പുത്രി, ദൗഹിത്രി മകളുടെ മകൾ. ഇനി ദൗഹിത്രനോ മകളുടെ മകനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മകളുടെ മകനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അച്ഛന്റെ അച്ഛൻ എന്നാ വിളിക്കുക? അച്ഛന്റെ അച്ഛനെയാണ് നമ്മൾ പിതാമകൻ എന്ന് വിളിക്കുക. അച്ഛന്റെ അച്ഛനെയാണ് നമ്മൾ പിതാമകൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? അച്ഛന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിതാമകൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ അമ്മേനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? അച്ഛന്റെ അമ്മേനെ വിളിക്കുന്നത് പിതാമഹി എന്നാണ്. പിതാമഹി എന്നാണ് നമ്മൾ അച്ഛന്റെ അമ്മേനെ വിളിക്കുക. അച്ഛന്റെ അമ്മയെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അച്ഛന്റെ അമ്മയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പിതാമഹി എന്നാണ്. അച്ഛന്റെ അമ്മയെ വിളിക്കുന്നത് പിതാമഹി, അച്ഛന്റെ അച്ഛനെ വിളിക്കുന്നത് പിതാമഹൻ എന്നാണ്. അച്ഛന്റെ അമ്മ ആരാണ്? പിതാമഹിയാണ്. അച്ഛന്റെ അച്ഛൻ ആരാണ്? പിതാമഹനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ അമ്മേനെ എന്താ വിളിക്കുക? അമ്മയുടെ അമ്മേനെ നമ്മൾ എന്താണ് വിളിക്കുക? അമ്മയുടെ അമ്മേനെ മാതാമഹി എന്നാണ് വിളിക്കുക. മാതാമഹി. പിതാവ്, പിതാവിന്റെ അച്ഛനെ പിതാമഹൻ, പിതാവിന്റെ അമ്മേനെ പിതാമഹി. അമ്മ മാതാവ്, മാതാ മഹനുണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതാണ് അമ്മയുടെ അമ്മയാണ് മാതാമഹി. അമ്മയുടെ അമ്മയാണ് മാതാമഹി എന്ന് പറയുന്നത്. ഇതെന്താണ്? അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മയാണ് ഈ പറയുന്ന മാതാമഹി എന്ന് പറയുന്നത്. അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മ. ഇനി അടുത്തത് മകളുടെ ഭർത്താവ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. എന്താണ്? ജാമാതാവ്. മകളുടെ ഭർത്താവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജാമാതാവ് എന്ന് പറയുന്നത്. ജാമാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മകളുടെ ഭർത്താവാണ്. മകളുടെ ഭർത്താവാണ്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ശ്വശുരനാണ്. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ശ്വശുരൻ. ശ്വശുരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഭാര്യയുടെ പിതാവാണ്. നമ്മുടെ ഭാര്യയുടെ പിതാവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്വശുരൻ എന്ന് പറയുന്നത്. അപ്പൊ ജാമാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? മരുമകനാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മകളുടെ ഭർത്താവ്. ഭാര്യയുടെ പിതാവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്വശുരൻ എന്ന് പറയുന്നത്. ഇനി സഹോദരി പുത്രൻ. സഹോദരി പുത്രൻ. സഹോദരി പുത്രനെ നമ്മൾ ഭാഗിനേയൻ എന്നാണ് വിളിക്കുക. ഭാഗിനേയൻ. അപ്പം ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരി പുത്രനാണ്. സഹോദരി പുത്രൻ. സഹോദരി പുത്രൻ. അപ്പൊ സഹോദരി പുത്രൻ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഭാഗിനേയൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരിയുടെ മകളോ? സഹോദരിയുടെ മകൾ എന്തായിരിക്കും? ഭാഗിനേയി. ഭാഗിനേയി. ഇതാരാണ്? നമ്മുടെ സഹോദരിയുടെ മകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. സഹോദരിയുടെ മകളാണ്. ഇനി സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾ എന്താ വിളിക്കുക? ശ്വാലൻ എന്നാണ് വിളിക്കുക. സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ശ്വാലൻ എന്നാണ്. ശ്വാലൻ എന്നാണ് സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾ വിളിക്കുന്നത്. ഇതാരാണ്? സഹോദരിയുടെ ഭർത്താവ്. സഹോദരി ഭർത്താവ് ആരാണ്? ശ്വാലൻ എന്നാണ് നമ്മൾ സഹോദരി ഭർത്താവിനെ വിളിക്കുക. അതുപോലെ നമ്മുടെ പിതാവിന്റെ സഹോദരനെയോ താതാഗു എന്നാണ് വിളിക്കുക. പിതാവിന്റെ സഹോദരനെ താതഗു എന്നാണ് വിളിക്കുക. ഇതാരാണ്? പിതാവിന്റെ സഹോദരൻ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത് പലപ്പോഴായിട്ട് PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്നതാണ്. സ്നുഷ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. പുത്രന്റെ ഭാര്യ സ്നുഷ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പുത്രന്റെ പുത്രനാണെങ്കിലോ പൗത്രനാണ്. പുത്രന്റെ പുത്രിയാണെങ്കിലോ പൗത്രിയാണ്. പുത്രന്റെ പുത്രൻ പൗത്രൻ, പുത്രന്റെ പുത്രി പൗത്രി. ഇനി മകളുടെ മകൻ. മകളുടെ മകളാണ് ദൗഹിത്രി. മകളുടെ മകനാണ് ദൗഹിത്രൻ. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചത് പിതാമകനും പിതാമഹിയും. പിതാമകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അച്ഛൻ്റെ അച്ഛൻ. പിതാമഹി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മ. അങ്ങനെയാണെങ്കിൽ മാതാമഹി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ്. മാതാമഹി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. മാതാമകൻ അമ്മയുടെ അച്ഛൻ. അതേപോലെ തന്നെ മകളുടെ ഭർത്താവാണ് ആര്? മരുമകൻ. അതായത് ജാമാതാവ്. അത് എത്രയോ തവണ റിപ്പീറ്റഡ് ആണ്. കാരണം അത് പെട്ടെന്ന് നമുക്ക് ഓപ്ഷനിൽ പോയിട്ട് പഠിക്കാത്ത ഒരാളാണെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പലപ്പോഴായിട്ട് PSC ചോദിക്കുന്നത്. അപ്പോൾ മരുമകൻ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ്, അതാണ് ജാമാതാവ്. ഇനി ഭാര്യയുടെ പിതാവാണ് ആര്? ശ്വശുരൻ എന്ന് പറയുന്നത്. ഭാര്യയുടെ പിതാവാണ് ശ്വശുരൻ. അതേപോലെ തന്നെ സഹോദരി പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ മകളാണ് ഭാഗിനേയി.
ഇനി സഹോദരിയുടെ ഭർത്താവാണ് സ്വാലൻ. സഹോദരിയുടെ ഭർത്താവാണ് സ്വാലൻ. ഇനി പിതൃ സഹോദരനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താതകു എന്ന് പറയുന്നത്. താതകു എന്ന് പറയുന്നത് പിതൃ സഹോദരനെയാണ്. താതകു എന്ന് പറയുന്നത് പിതൃ സഹോദരനെയാണ്. നമ്മളോട് പരിചയപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെ, രക്തബന്ധം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. സ്നുഷ ഓർത്തിരിക്കണം, പുത്രന്റെ ഭാര്യയാണ്. പൗത്രൻ ഓർത്തിരിക്കണം, പുത്രന്റെ പുത്രൻ. പൗത്രി ഓർത്തിരിക്കണം, പുത്രന്റെ പുത്രി. ദൗഹിത്രി ഓർത്തിരിക്കണം, മകളുടെ മകൾ. ദൗഹിത്രൻ ഓർത്തിരിക്കണം, മകളുടെ മകൻ. പിതാമകൻ ഓർത്തിരിക്കണം, അച്ഛന്റെ അച്ഛൻ. പിതാമഹി ഓർത്തിരിക്കണം, അച്ഛന്റെ അമ്മ. മാതാമഹി ഓർത്തിരിക്കണം, അമ്മയുടെ അമ്മ. ജാമാതാവ് ഓർത്തിരിക്കണം, മരുമകൻ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് എന്ന് ഓർത്തിരിക്കുക. അതാണ് ജാമാതാവ്. അത് വളരെ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഇനി ശുശുരൻ ഭാര്യയുടെ പിതാവാണ് ശുശുരൻ. ഭാഗ്നേയൻ എന്ന് പറയുന്നത് സഹോദരി പുത്രനാണ്. ഭാഗ്നേയി എന്ന് പറയുന്നത് സഹോദരിയുടെ മക്കളാണ്. ഇനി സ്വാലൻ എന്ന് പറഞ്ഞാൽ സഹോദരി ഭർത്താവാണ്. തഥാഗു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിന്റെ സഹോദരനാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മതി എന്നുള്ള ഭാവമാണ് അലംഭാവം. മതി എന്നുള്ള ഭാവമാണ് എന്ത്? അലംഭാവം എന്ന് പറയുന്നത്. ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇന്ദ്രജാലത്തിന്റെ ഭാവം അതിന്റെ ഒറ്റപ്പദമാണ് ഐന്ദ്രജാലികം. ഇതാണ് എന്ത്? ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദം. ഐന്ദ്രജാലികം. ഇതാണ് ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ അലംഭാവം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഭാവമാണ്. മതി എന്നുള്ള ഭാവമാണ് അലംഭാവം. അപ്പൊ മുനിയുടെ ഭാവം എന്താ? മുനിയുടെ ഭാവമാണ് എന്ത്? മൗനം. മുനിയുടെ ഭാവമാണ് എന്ത്? മൗനം. ഇതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുനിയുടെ ഭാവമാണ് എന്ത്? മൗനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഒന്നാണ് എന്ത്? ഐന്ദ്രജാലികം. അതായത് ഇന്ദ്രജാലത്തിന്റെ ഭാവമാണ് എന്ത്? ഐന്ദ്രജാലികം എന്ന് പറയുന്നത്. മുനിയുടെ ഭാവമാണ് എന്ത്? മൗനം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ അനുക്രമം 3 മാത്രമാണ് ശരി. അനുക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമനുസരിച്ച് എന്നാണ് അർത്ഥം. അനുക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രമമനുസരിച്ച്. അപ്പൊ അനുക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രമമനുസരിച്ച് എന്നാണ് അർത്ഥം വരുന്നത്. ക്രമമനുസരിച്ച്. അനുക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമനുസരിച്ച് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അനുക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം അനുസരിച്ച്. അനുക്രമം എന്ന് പറഞ്ഞാൽ ക്രമം അനുസരിച്ച്. ഇനി നമ്മൾ ഒരെണ്ണം കൂടി നോക്കാം ഈ ഒരു ക്ലാസ്സിൽ. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. വ്യക്തിയെ സംബന്ധിച്ചതാണ് എന്ത്? വൈയക്തികം എന്ന് പറയുന്നത്. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഋഷിയെ സംബന്ധിച്ച് ആർഷം എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം എന്ന് ഓർത്തിരിക്കുക. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം എന്നതാണ് അതിന്റെ ഒറ്റപ്പദമായിട്ട് ഈ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നീതിയെ സംബന്ധിച്ചത് നൈതികം. അതും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നീതിയെ സംബന്ധിച്ചത് നൈതികം എന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും PSC പരീക്ഷയിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നുഷ പുത്രന്റെ ഭാര്യയാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. പൗത്രൻ പുത്രന്റെ പുത്രനാണ്. പൗത്രി പുത്രന്റെ പുത്രിയാണ്. ദൗഹിത്രി മകളുടെ മകളാണ്. ദൗഹിത്രൻ മകളുടെ മകനാണ്. പിതാമകൻ അച്ഛന്റെ അച്ഛനാണ്. പിതാമഹി അച്ഛന്റെ അമ്മയാണ്. മാതാമഹി അമ്മയുടെ അമ്മ. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ് അല്ലെങ്കിൽ മകളുടെ ഭർത്താവാണ്. ശുശുരൻ ഭാര്യയുടെ പിതാവ്. ഭാഗ്നേയൻ സഹോദരി പുത്രൻ. ഭാഗ്നേയി എന്ന് പറഞ്ഞാൽ സഹോദരി മകളാണ്. ഇനി സ്വാലൻ സഹോദരി ഭർത്താവാണ്. അതേപോലെ തന്നെ താതകു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരനാണ്. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക.